ഹലോ, ഇത് ആലപ്പുഴയിൽ നിന്ന് കൈതവന അല്ലെങ്കിൽ നമ്മുടെ പുന്നപ്രയാണ് ശരിക്കും സ്ഥലം. കൈതവന ക്ഷേത്രത്തിൽ നിന്ന് കയറി വരാവുന്നൊരു ഇതാണ് ചക്കിട്ടപ്പറമ്പ് നാഗക്ഷേത്രം. 4 നാഗപ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മാസപൂജയാണ്. എനിക്ക് തോന്നുന്നത് മണ്ണാറശാല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും ഏറ്റവും അത്ര പ്രശസ്തം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നാഗക്ഷേത്രങ്ങളിൽ വെച്ച് പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് പുന്നപ്ര ചക്കിട്ടപ്പറമ്പ് സർപ്പക്കാവ് ക്ഷേത്രം. ഇവിടെ ഈ വരുന്ന 15-ാം തീയതി ഓണം മുതൽ ഭാഗവത സപ്താഹം തുടങ്ങുക. അപ്പോൾ ഈ ഭാഗവത സപ്താഹത്തോടനുബന്ധിച്ച് പുരാണ പുസ്തകങ്ങളുടെ സ്റ്റാള് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതലും പുരാണ പുസ്തകങ്ങൾ ചെയ്യാൻ കാരണം വളരെയധികം പുരാണങ്ങൾ, 18 പുരാണവും 18 ഉപപുരാണവും പിന്നെ അതിൻ്റേതായ ഒരുപാട് പ്രാർത്ഥനകളുമൊക്കെ ഉള്ളതുകൊണ്ട്, അത് വിശ്വാസികൾ കൂടുതലുള്ളത് കൊണ്ടുമാണ് നമ്മൾ കൂടുതലായിട്ട് പുരാണ പുസ്തകങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ബിസിനസ് രീതിയാണ്, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അപ്പം ഞാനിത് കാണിച്ചത്, നമ്മൾ എല്ലാ ആൾക്കാരും ക്ഷേത്രത്തിൽ പോകുന്നവരല്ല, എല്ലാ ആൾക്കാരും പള്ളിയിൽ പോകുന്നവരല്ല. പക്ഷേ എന്താണ് ക്ഷേത്രം, എന്താണ് പള്ളി, എന്തുകൊണ്ട് പള്ളിയും എന്തുകൊണ്ട് ക്ഷേത്രങ്ങളും ഒരുപോലെ ആയിരിക്കുന്നു, അല്ലെങ്കിൽ പൂജകളും ആചാരങ്ങളും വ്യത്യാസമുണ്ടെങ്കിലും എല്ലാം ഒന്ന് തന്നെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ടാണ് ഞാനിത് കാണാത്തവർക്ക് കാണാനായിട്ട്. അതായത് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ മണ്ഡപത്തിൻ്റെ അകത്തൊന്നും കയറാത്തത് അല്ലെ കാണാത്തതായ ആൾക്കാർക്ക് കാണുവാൻ വേണ്ടി അവിടുത്തെ പ്രതിഷ്ഠകളും അവിടുത്തെ ബിംബങ്ങളും കൊത്തുപണികൾ, ഇനി വരുമ്പം ഓരോ ക്ഷേത്രങ്ങളിലെയും കൊത്തുപണിയും കാര്യങ്ങളും ഞാൻ ഓരോ ക്ഷേത്രങ്ങളിലെത്തുമ്പോൾ കോവിലിനകത്ത് നിന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് നാഗപ്രതിഷ്ഠ. കണ്ട, എല്ലാ പ്രതിഷ്ഠയും പോലെയല്ല നാഗപ്രതിഷ്ഠ. നാഗപ്രതിഷ്ഠയ്ക്ക് വ്യത്യാസമുണ്ട്, പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് തുലാഭാരം തൂക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഇത് അതിൽ ചാർത്തിട്ടാണ് തുലാഭാരം. ഒരിടത്ത് പഴം കൊണ്ടാണെങ്കിൽ പഴവും വെച്ച് അടുത്തടുത്ത് ആളിരിക്കും. ഇങ്ങനെ ഇത് മനസ്സിലാക്കി തരുന്നത് എല്ലാ ദൈവങ്ങളെപ്പറ്റിയും എല്ലാ മതങ്ങളെപ്പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതൊരു പ്രശ്നമായൊരു വഴക്കായി മാറില്ല. ഇതെല്ലാം കാണുക, കണ്ടിട്ട് അവനവരുടെ മനസ്സിലുള്ളത് ദൈവങ്ങളെ അവരവരോട് തന്നെ പ്രാർത്ഥിക്കുക കേട്ടോ. അങ്ങനെ ഓരോ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.